മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ആശുപത്രിയിൽ തീപിടുത്തം ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ടെറസിൽ നിന്നാണ് പുക ഉയരുന്നത്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് കോഴിക്കോട് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ആശുപത്രിയുടെ ടെറസിൽ നിന്ന് പുക ഉയരുകയാണ്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയാണ്. കോഴിക്കോടാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ടെറസിൽ നിന്നുമാണ് പുക ഉയരുന്നത്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ജീവനക്കാരടക്കം സുരക്ഷിതരാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയാണ്. തീപിടുത്തമുണ്ടായത് നിർമ്മാണം നടക്കുന്ന AC പ്ലാന്റിൽ ആണെന്നാണ് ലഭിക്കുന്ന വിവരം. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നിർമ്മാണം നടക്കുന്ന AC പ്ലാന്റിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയാണ്. ജീവനക്കാരടക്കം സുരക്ഷിതരാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. AC പ്ലാന്റിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആശങ്ക വേണ്ട എന്നതാണ് അധികൃതർ പറയുന്നത്. രോഗികൾ സുരക്ഷിതരാണെന്നും ഉള്ള വിവരമാണ് ലഭിക്കുന്നത്. ഫയർ യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയാണ്. ജീവനക്കാരടക്കം സുരക്ഷിതരാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ ടെറസിൽ നിന്നുമാണ് ഇത്തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സി ബ്ലോക്കിലെ രോഗികളെ ഇപ്പോൾ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയാണ്. രോഗികൾ ആരും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം. അഭിന പീച്ചറയ്ക്കൽ ചേരുന്നു വിവരങ്ങളുമായി. അഭിന, ഇപ്പോൾ ഈ ഒരു സി ബ്ലോക്കിൽ നിന്നും രോഗികളെ അടക്കം മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ജീവനക്കാരടക്കം സുരക്ഷിതരാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആശങ്ക ഒഴിയുന്ന ഒരു ഘട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത്, അതായത് തീപിടുത്തമുണ്ടായ ഭാഗത്ത് നിലവിൽ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ AC പ്ലാന്റിൽ കൃത്യമായും ഒരു നിർമ്മാണം നടന്നു വരികയാണ്. ഈ ഒരു പ്ലാന്റിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല. ഈ ഫയർഫോഴ്സ് അംഗങ്ങളും മറ്റ് ആളുകളും എല്ലാം തന്നെ കൃത്യമായി ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഇനി ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിലത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഈ സി ബ്ലോക്കിലേക്ക് നിലവിൽ രോഗികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം തന്നെ, രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ ഈ ഒരു സമയത്ത് മറ്റ് ജീവനക്കാർ, അതായത് ഈ ഒരു AC പ്ലാന്റുമായി ബന്ധപ്പെട്ട മറ്റ് ജീവനക്കാർ ആരും തന്നെ ഈ ഭാഗങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഈ ഒരു പുക ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും, ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ സൈറൺ മുഴങ്ങിയ സമയത്ത് തന്നെ ഈ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി ജാഗ്രതയോടുകൂടി തന്നെ ഇക്കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ അറിയിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഫയർ യൂണിറ്റിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഒരു ഇടപെടൽ കാരണം തന്നെയാണ് ഈ തീപിടുത്തം വലിയ രീതിയിലേക്ക് എത്താതിരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു കെട്ടിടത്തിൽ ഈ ഒരു നിർമ്മാണം നടന്നു വരുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് നിലവിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണം ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ലഭ്യമാകുന്നത്. മറ്റ് ഭാഗങ്ങളിലേക്ക്, അതായത് ഈ ഒരു ബ്ലോക്കിലെ 9ാം ബ്ലോക്കിലെ മറ്റ് വാർഡുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്കൊന്നും തന്നെ പുകയോ അല്ലെങ്കിൽ തീയോ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ
മറ്റ് ICU അല്ലെങ്കിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഭാഗങ്ങളിലേക്കൊന്നും തന്നെ ഇത്തരത്തിൽ പുകയോ അല്ലെങ്കിൽ തീയോ ഒന്നും തന്നെ കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രോഗികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. എങ്കിൽ പോലും ഒരു മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ C ബ്ലോക്കിലുള്ള ആളുകളെ നിലവിൽ മറ്റൊരു വാർഡിലേക്ക് താൽക്കാലികമായി മാറ്റുന്നത് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. AC പ്ലാന്റിലാണ് നിർമ്മാണം നടക്കുന്ന AC പ്ലാന്റിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ജീവനക്കാരടക്കം സുരക്ഷിതരാണ്. C ബ്ലോക്കിലെ രോഗികളെ താൽക്കാലികമായി മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അഭിനവ് ബിച്ചറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.